നെയിൽ പോളിഷൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് കൈകൊണ്ട് നടക്കാനാണ് നമുക്കിഷ്ടം. നമ്മുടെ വിരലുകൾക്കെങ്കിലും ഒരു ഭംഗിയുള്ളൂ. നെയിൽ പോളിഷ് ഇടുന്ന ഉടനെ പൊളിഞ്ഞു പോകുന്നത് വലിയൊരു പ്രശ്നമാണ് അല്ലേ? അതിനൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറെ പേർക്ക് ഇതറിയായിരിക്കും, കുറെ പേർക്ക് നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ നെയിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നെയിൽ പോളിഷ് തന്നെ ചേരണം. അപ്പോൾ നെയിൽ ഹാർഡനർ അടിച്ചിട്ടാണ് എപ്പോഴും നെയിൽ പോളിഷ് അടിക്കുന്നത്. നെയിൽ ഹാർഡനർ എന്തിനാണ് അടിക്കുന്നത് അതിൻ്റെ ഒരു പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കീറിയൊന്നും പോവില്ല നമ്മുടെ നെയില്. ഇത് യൂസ് ചെയ്തിട്ടാണ് നെയിൽ പോളിഷ് അടിക്കുന്നതെങ്കിൽ നെയിൽസിന് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു നെയിൽ ഹാർഡനർ അടിച്ചിട്ടുണ്ട്. അറിയാൻ പറ്റില്ല, കാര്യം വാട്ടറിന്റെ ഒരു ഇതാണല്ലോ, ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ ഇതിന്റെ പുറത്തേക്ക് നമുക്ക് നെയിൽ പോളിഷ്, നെയിൽസ് വളർത്തുവാണെങ്കിൽ അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ അടിച്ച് നടക്കുന്നത് ഒരു രസം തന്നെയാണ് അല്ലേ? നമ്മുടെ വിരലുകൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പെട്ടെന്ന് ഇളകി പോകുക എന്നുള്ളത്. അതിപ്പോൾ എത്ര കൂടിയ നെയിൽ പോളിഷ് മേടിച്ചാൽ പോലും ഒന്ന് പണിയെടുത്ത് കഴിയുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇളകിയിരിക്കും. അപ്പം അതിന് പറ്റിയ ഒരു പരിഹാരം നെയിൽ ഹാർഡനർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെയിൽ പോളിഷ് അടിക്കാം കേട്ടോ. എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, കാരണം എനിക്ക് പനിയടിച്ച് വയ്യാണ്ടിരിക്കുവാണ്, അപ്പോൾ ക്ഷമിക്കണം. അത് നമ്മുടെ നെയിൽ പോളിഷ് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 2 കയ്യിലും അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഇവിടെ കഴിയുന്നില്ല. ഇനിയാണ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ടോപ്പ് കോട്ട് എന്ന് പറയുന്നത്. പൊതുവേ നെയിൽ ഹാർഡനറിന് കുറച്ച് വിലക്കുറവായിരിക്കും, പക്ഷെ ടോപ്പ് കോട്ടിന് കുറച്ച് വില കൂടുതൽ. പക്ഷേ സംഭവം പൊളിയാണ് കേട്ടോ. കാര്യം ഈ നെയിൽ പോളിഷ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ടോപ്പ് കോട്ട് നമ്മുടെ നെയിൽ പോളിഷിന്റെ മേലിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഇളകി പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ടോപ്പ് കോട്ടിന് കുറച്ച് വില കൂടുതലാണ്. നെയിൽ ഹാർഡനർ ഭയങ്കര ചീപ്പാണ് കേട്ടോ. നെയിൽ ഹാർഡനർ ചീപ്പായിട്ടാണ് കിട്ടുന്നത് നാട്ടിലാണെങ്കിലും. അപ്പം ഇതിപ്പം റിമ്മലണ്ടന്റെ ഒരു ടോപ്പ് കോട്ടാണ്. ഈ ഒരു ടോപ്പ് കോട്ടിന് ഞാൻ ഏകദേശം ഒരു 8 പൗണ്ടോളം പേ ചെയ്തിട്ടുണ്ട്. അതായത് നാട്ടിലൊരു 800-900 രൂപയോളം ഞാൻ പേ ചെയ്തു. പക്ഷെ വില ഇത്ര ആണെങ്കിലും സംഭവം വേർത്താണ്. നെയിൽ പോളിഷ് അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോവില്ല. അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഇളകി കിടക്കുന്ന ആ നെയിൽ പോളിഷ് ഇങ്ങനെ ഇളകി കിടക്കൂല, അതെനിക്ക് ഇഷ്ടമേ അല്ല. ലെയറായിട്ട് നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇളകി പോവില്ല. ആദ്യം നെയിൽ ഹാർഡനർ അടിക്കുക, അതിനുശേഷം നെയിൽ പോളിഷ്, പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ട് ഇട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സംഭവം അടിപൊളിയാണ്. നെയിൽ പോളിഷ് അങ്ങനെ ഇളകി പോയില്ല. മാത്രമല്ല നല്ല ഫിനിഷ് കിട്ടും കേട്ടോ മേളിൽ. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ഫിനിഷ് കിട്ടും. ടോപ്പ് കോട്ടും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു ഫിനിഷ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.